18ാം നൂറ്റാണ്ടിന്റെ മധ്യദശകങ്ങളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡം വലിയൊരു പരിവർത്തന ഘട്ടത്തിലൂടെയായിരുന്നു കടന്നുപോയിരുന്നത്. ഏകദേശം 2 നൂറ്റാണ്ടുകാലം ഇന്ത്യയുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ ചക്രവാളത്തെ നിയന്ത്രിച്ചിരുന്ന മുഗൾ സാമ്രാജ്യം അതിന്റെ അസ്തമയത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരുന്നു. ഈ അധികാരശൂന്യതയിലേക്ക് ഉയർന്നുവന്ന ഏറ്റവും വലിയ ശക്തി പടിഞ്ഞാറൻ ഇന്ത്യയിലെ മറാത്തകളായിരുന്നു. എന്നാൽ ഈ അധികാരം കേവലം സൈനികമായ ഒന്നായിരുന്നില്ല. അത് ഇന്ത്യയുടെ സമ്പന്നമായ കാർഷിക മേഖലകളുടെയും വ്യാപാര കേന്ദ്രങ്ങളുടെയും നിയന്ത്രണത്തിനു വേണ്ടിയുള്ളതായിരുന്നു. ഈ ചരിത്രപരമായ പശ്ചാത്തലത്തിലാണ് 1761 ജനുവരി 14 പാനിപ്പത്ത് എന്ന പ്രദേശം വീണ്ടും ഒരു നിർണായക യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കുന്നത്. പാനിപ്പത്തിലെ 3ാം യുദ്ധം എന്ന് നാം വിളിക്കുന്ന ഈ സംഭവം പലപ്പോഴും വീരഗാഥകളായും സൈനിക തന്ത്രങ്ങളായും മാത്രമാണ് ചരിത്രപുസ്തകങ്ങളിൽ വിവരിക്കപ്പെടാറുള്ളത്. എന്നാൽ ഒരു ഗവേഷണ തലത്തിൽ പരിശോധിക്കുമ്പോൾ ഈ യുദ്ധം ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയുടെ തുടക്കമായിരുന്നുവെന്ന് കാണാം. എന്തുകൊണ്ടാണ് പാനിപ്പത്ത് ഇന്നും ഇത്രയധികം പ്രസക്തമാകുന്നത്? ഇതിന് കാരണം വടക്കേ ഇന്ത്യയിലെ സമ്പദ്വ്യവസ്ഥയെ ചലിപ്പിച്ചിരുന്ന ധനകാര്യ ശൃംഖലകൾ ഈ യുദ്ധത്തോടെ തകർക്കപ്പെട്ടു എന്നതാണ്. പുണെയിലെ പേഷ്വാ ഭരണകൂടം വലിയ തോതിലുള്ള വായ്പകൾ എടുത്താണ് ഈ സൈനിക നീക്കം ആസൂത്രണം ചെയ്തത്. വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ചൌത്ത്, സർദേശ് മുഖി എന്നീ നികുതി പിരിവുകളിലൂടെ ഈ കടം വീട്ടാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ യുദ്ധത്തിലെ പരാജയം മറാത്ത സാമ്രാജ്യത്തെ വലിയൊരു കടക്കെണിയിലേക്കും സാമ്പത്തിക അസ്ഥിരതയിലേക്കും തള്ളിയിട്ടു. അതേസമയം വടക്കുപടിഞ്ഞാറൻ അതിർത്തിയിലൂടെ കടന്നുവന്ന അഹമ്മദ് ഷാ അബ്ദാലിയുടെ ലക്ഷ്യവും വ്യക്തമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ തന്റെ ഭരണം നിലനിർത്താൻ ആവശ്യമായ ഭീമമായ തുക ഇന്ത്യയിലെ നഗരങ്ങളിൽ നിന്ന് സമാഹരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാഥമിക സാമ്പത്തിക അജണ്ട. അതായത് പാനിപ്പത്ത് എന്നത് കേവലം 2 സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നില്ല, മറിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സമ്പദ്വ്യവസ്ഥകളിലൊന്നായ ഇന്ത്യയുടെ വിഭവങ്ങൾ ആരു നിയന്ത്രിക്കണം എന്നതിനെ ചൊല്ലിയുള്ള പോരാട്ടമായിരുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് പാനിപ്പത്തിലെ പരാജയം എങ്ങനെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര വിപണികളെ ദുർബലപ്പെടുത്തിയതെന്നും ഈ തകർച്ച എങ്ങനെയാണ് യൂറോപ്യൻ ശക്തികൾക്ക്, പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്, ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരത്തിലേക്ക് കടന്നുകയറാൻ വാതിൽ തുറന്നുകൊടുത്തതെന്നുമാണ്. യുദ്ധക്കളത്തിലെ തന്ത്രങ്ങൾക്കപ്പുറം ഈ ചരിത്ര സംഭവത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങളിലേക്കും അതിന്റെ ദീർഘകാല ഫലങ്ങളിലേക്കും നമുക്ക് നോക്കാം. 1761 പാനിപ്പത്ത് യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ കേവലം 1 വർഷം കൊണ്ട് രൂപപ്പെട്ടതല്ല. 1707 ഔറംഗസീബിന്റെ മരണശേഷം മുഗൾ സാമ്രാജ്യത്തിന്റെ കേന്ദ്രീകൃതമായ സാമ്പത്തിക അച്ചടക്കം തകർന്നു തുടങ്ങിയിരുന്നു. ഡൽഹിയിലെ ഖജനാവ് ശൂന്യമാവുകയും പ്രാദേശിക ഗവർണർമാർ സ്വതന്ത്രരായി നികുതി പിരിക്കാൻ തുടങ്ങുകയും ചെയ്തതോടെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം വികേന്ദ്രീകരിക്കപ്പെട്ടു. ഈ ഘട്ടത്തിലാണ് ഡെക്കാനിൽ നിന്ന് മറാത്തകൾ ഒരു പുതിയ സാമ്പത്തിക ശക്തിയായി വടക്കേ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. കേവലം ഭൂപ്രദേശങ്ങൾ കീഴടക്കുക എന്നതിലുപരി വടക്കേ ഇന്ത്യയിലെ ഫലഭൂയിഷ്ഠമായ ഗംഗ യമുന സമതലങ്ങളിലെ നികുതി പിരിക്കാനുള്ള അവകാശം നേടിയെടുക്കുക എന്നതായിരുന്നു മറാത്തകളുടെ പ്രധാന ലക്ഷ്യം. മറാത്ത സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന പ്രധാനമായും അധിഷ്ഠിതമായിരുന്നത് ചൌത്ത്, സർദേശ് മുഖി എന്നീ 2 നികുതി സമ്പ്രദായങ്ങളിലായിരുന്നു. ഒരു പ്രദേശത്തിന്റെ ആകെ വരുമാനത്തിന്റെ 4/1 സംരക്ഷണ നികുതിയായി ഈടാക്കുന്ന രീതിയായിരുന്നു ചൌത്ത്. 1750 കളായപ്പോഴേക്കും മറാത്തകൾ ഡൽഹിയിലെ മുഗൾ ഭരണകൂടവുമായി കരാറിലേർപ്പെടുകയും വടക്കേ ഇന്ത്യയുടെ വലിയൊരു ഭാഗത്തുനിന്ന് നികുതി പിരിക്കാനുള്ള നിയമപരമായ അവകാശം നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഇത് നടപ്പിലാക്കുക എന്നത് പ്രായോഗികമായി വെല്ലുവിളിയായിരുന്നു. രജപുത്രരും ജാട്ടുകളും ഉൾപ്പെടെയുള്ള പ്രാദേശിക ശക്തികൾ ഈ നികുതി ഭാരത്തെ എതിർത്തു. ഇതിന്റെ ഫലമായി സൈനിക നീക്കങ്ങൾക്കായി പുണെയിൽ നിന്ന് കൊണ്ടുവന്ന വലിയ തുകകൾ തിരിച്ചുപിടിക്കാൻ മറാത്തകൾക്ക് കഴിഞ്ഞില്ല. ഇത് മറാത്ത ഭരണകൂടത്തെ ഒരു കടുത്ത ഫിസ്ക്കൽ ഡെഫിസിറ്റിലേക്ക് നയിച്ചു. അതേസമയം വടക്കുപടിഞ്ഞാറൻ അതിർത്തിക്കപ്പുറത്ത് അഫ്ഗാൻ ഭരണാധികാരി
അഹമ്മദ് ഷാ അബ്ദാലി തന്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ഭൂപ്രകൃതിയും വിഭവ ദൗർലഭ്യവും കാരണം അബ്ദാലിക്ക് തന്റെ സൈന്യത്തെ നിലനിർത്താൻ വിദേശ സമ്പത്ത് അത്യാവശ്യമായിരുന്നു. 1739 നാദിർഷാ നടത്തിയ ഡൽഹി ആക്രമണത്തിൽ നിന്ന് ലഭിച്ച വലിയ അളവിലുള്ള സ്വർണവും പണവും ഇന്ത്യയുടെ സമ്പത്തിനെക്കുറിച്ച് അഫ്ഗാനികൾക്ക് വ്യക്തമായ ധാരണ നൽകിയിരുന്നു. പഞ്ചാബ് മേഖലയിൽ നിന്നുള്ള വരുമാനം തടസ്സപ്പെട്ടതും മറാത്തകൾ സിന്ധു നദി വരെ തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിച്ചതും അബ്ദാലിയെ സാമ്പത്തികമായി പ്രകോപിപ്പിച്ചു. അതായത് അബ്ദാലിയുടെ അധിനിവേശം തന്റെ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ മൂലധനം കണ്ടെത്താനുള്ള ഒരു സാമ്പത്തിക പര്യവേഷണമായിരുന്നു. സാമൂഹികമായ തലത്തിൽ നോക്കിയാൽ വടക്കേ ഇന്ത്യയിലെ ജന്മിമാരും വൻകിട വ്യാപാരികളും നിരന്തരമായ യുദ്ധങ്ങൾ കാരണം അസ്വസ്ഥരായിരുന്നു. മറാത്തകൾ ഈ മേഖലയിൽ ഒരു സ്ഥിരഭരണം കാഴ്ചവെക്കുന്നതിനു പകരം നികുതി പിരിവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അവർക്ക് പ്രാദേശിക പിന്തുണ നഷ്ടപ്പെടാൻ കാരണമായി. ഈ രാഷ്ട്രീയ അകൽച്ചയെ അബ്ദാലിയുടെ സഖ്യകക്ഷിയായ നജീബ് ഉദ്ദൌള കൃത്യമായി ഉപയോഗപ്പെടുത്തി. യുദ്ധത്തിന് തൊട്ടുമുമ്പുള്ള കാലയളവിലെ കണക്കുകൾ പരിശോധിച്ചാൽ മറാത്ത സൈന്യത്തിന്റെ സാമ്പത്തിക അടിത്തറ എത്രത്തോളം ദുർബലമായിരുന്നു എന്ന് മനസ്സിലാക്കാം. സദാശിവറാവു ഭാവുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് കൃത്യമായ ശമ്പളം നൽകാൻ പേഷ്വയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. പുണയിലെ ബാങ്കർമാരിൽ നിന്ന് ഉയർന്ന പലിശയ്ക്ക് കടമെടുത്താണ് സൈനിക നീക്കം തുടർന്നത്. പാനിപ്പത്തിലെത്തിയപ്പോഴേക്കും ഈ സൈന്യം ഭക്ഷണത്തിനും കുതിരകൾക്കുള്ള തീറ്റയ്ക്കുമായി ഡൽഹിയിലെ കമ്പോളങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. എന്നാൽ ശത്രുസൈന്യം ഈ സപ്ലൈ ലൈനുകൾ വിച്ഛേദിച്ചതോടെ വിപണിയിലെ വിലക്കയറ്റം സൈന്യത്തെ പട്ടിണിയിലേക്ക് നയിച്ചു. ഒരു യുദ്ധം തുടങ്ങുന്നതിനു മുൻപേ തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു സൈന്യത്തിന്റെ അവസ്ഥയിലായിരുന്നു മറാത്തകൾ. ഈ യുദ്ധത്തിലേക്ക് നയിച്ച സാഹചര്യം കേവലം രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല, മറിച്ച് 18ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ പരിമിതമായ വിഭവങ്ങൾ ആര് കൈക്കലാക്കും എന്നതിനെ ചൊല്ലിയുള്ള തർക്കമായിരുന്നു. മറാത്തകൾ തങ്ങളുടെ സാമ്പത്തിക ശേഷിയേക്കാൾ വലിയൊരു യുദ്ധത്തിന് തുനിഞ്ഞതും അബ്ദാലിക്ക് പ്രാദേശികമായ സാമ്പത്തിക പിന്തുണ ലഭിച്ചതും പാനിപ്പത്തിന്റെ പശ്ചാത്തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കാഡമിക് വശമാണ്. 1760 ഒക്ടോബറിൽ മറാത്ത സൈന്യം ഡൽഹി പിടിച്ചടക്കിയതോടെയാണ് യുദ്ധത്തിന്റെ സാമ്പത്തിക വശം കൂടുതൽ സങ്കീർണമാകുന്നത്. നഗരം കീഴടക്കിയെങ്കിലും മുഗൾ ഖജനാവ് നേരത്തെ തന്നെ ശൂന്യമായിരുന്നു. സൈനികർക്ക് ശമ്പളം നൽകാനോ ഭക്ഷണം വാങ്ങാനോ പണമില്ലാതെ വന്നതോടെ സദാശിവറാവു ഭാവുവിന് ഡൽഹി കോട്ടയിലെ വെള്ളി മേൽക്കൂര വരെ പൊളിച്ചെടുത്ത് നാണയങ്ങളാക്കി മാറ്റേണ്ടി വന്നു. ഇത് അന്നത്തെ മറാത്ത സൈന്യം നേരിട്ട കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ വ്യക്തമായ സൂചനയായിരുന്നു. യുദ്ധം നടന്ന 3 മാസക്കാലം പാനിപ്പത്ത് ഒരു സാമ്പത്തിക ഉപരോധത്തിലായിരുന്നു. അബ്ദാലിയുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ മറാത്ത സൈന്യത്തിന് തെക്കുഭാഗത്തുനിന്നുള്ള വിഭവ വിതരണ ശൃംഖല പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 10,000-കണക്കിന് സൈനികരും അതിലേറെ തീർത്ഥാടകരും മൃഗങ്ങളുമടങ്ങുന്ന ഒരു വലിയ ജനസമൂഹം ചുരുങ്ങിയ പ്രദേശത്ത് കുടുങ്ങിപ്പോയി. പ്രാദേശിക ഗ്രാമങ്ങളിൽ നിന്ന് ഭക്ഷണം ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഭക്ഷ്യക്ഷാമം രൂക്ഷമായതോടെ വിപണിയിലെ വില നിയന്ത്രണാതീതമായി. ചരിത്രരേഖ പ്രകാരം സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഉയർന്ന വിലയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് അന്ന് പാനിപ്പത്തിൽ നൽകേണ്ടി വന്നത്. പട്ടിണി മൂലം കുതിരകളും ആനകളും ചത്തൊടുങ്ങാൻ തുടങ്ങിയത് മറാത്തകളുടെ സൈനിക കരുത്തിനെ നേരിട്ട് ബാധിച്ചു. 1761 ജനുവരി 14 നടന്ന നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ മറാത്തകൾ പരാജയപ്പെട്ടതോടെ അതിന്റെ ആഘാതം യുദ്ധക്കളത്തിന് പുറത്തേക്ക് വ്യാപിച്ചു. അബ്ദാലിയുടെ വിജയം കേവലം ഒരു സൈനിക വിജയമായിരുന്നില്ല, അതൊരു വലിയ സാമ്പത്തിക കൊള്ളയുടെ തുടക്കമായിരുന്നു. യുദ്ധത്തിനു ശേഷം അബ്ദാലിയുടെ സൈന്യം ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും നടത്തിയ പിടിച്ചെടുക്കലുകൾ അന്നത്തെ വ്യാപാര സമൂഹത്തെ തകർത്തുകളഞ്ഞു. തലമുറകളായി സമ്പത്ത് സൂക്ഷിച്ചിരുന്ന ബാങ്കർമാരും വ്യാപാരികളും പാനിപ്പത്തിനു ശേഷം തങ്ങളുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കുകയും സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറുകയും ചെയ്തു. വടക്കേ ഇന്ത്യയിലെ പണമിടപാട് സംവിധാനം ഇതോടെ പൂർണ്ണമായും തകർന്നു. സാമ്പത്തികമായി നോക്കിയാൽ മറാത്ത സാമ്രാജ്യത്തിന്റെ നട്ടെല്ലായിരുന്ന ഭരണാധികാരികളും
ധനകാര്യ വിദഗ്ധരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പുണെയിലെ പേഷ്വാ കുടുംബത്തിന് ലഭിച്ചിരുന്ന സാമ്പത്തിക വിവരങ്ങളുടെയും നികുതി കണക്കുകളുടെയും ശൃംഖല മുറിഞ്ഞുപോയി. യുദ്ധത്തിനായി വാങ്ങിയ ഭീമമായ കടം വീട്ടാൻ കഴിയാതെ വന്നതോടെ പേഷ്വാ ബാജിറാവു കടുത്ത മാനസിക സമ്മർദ്ദത്തിലാവുകയും മാസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തു. ഒരു സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറയെ ഇത്രത്തോളം വേഗത്തിൽ തകർത്ത മറ്റൊരു സംഭവം ഇന്ത്യൻ ചരിത്രത്തിൽ വിരളമാണ്. ഈ തകർച്ചയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതമുണ്ടായത് വടക്കേ ഇന്ത്യയിലെ കാർഷിക മേഖലയിലാണ്. യുദ്ധം നടന്ന പ്രദേശങ്ങളിലെ കൃഷിയിടങ്ങൾ നശിപ്പിക്കപ്പെടുകയും കർഷകർ പലായനം ചെയ്യുകയും ചെയ്തതോടെ വർഷങ്ങളോളം നികുതി വരുമാനം നിലച്ചു. ഇത് മുഗൾ ഭരണകൂടത്തെയും മറാത്തകളെയും ഒരുപോലെ ദുർബലപ്പെടുത്തി. ഈ സാമ്പത്തിക ശൂന്യതയാണ് പിൽക്കാലത്ത് വിദേശ ശക്തികൾക്ക് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഏറ്റവും വലിയ അവസരമായി മാറിയത്. പാനിപ്പത്തിലെ മൂന്നാം യുദ്ധം കേവലം ഒരു സൈനിക പരാജയമായിരുന്നില്ല, മറിച്ച് മറാത്ത ഭരണകൂടത്തെ പാപ്പരാക്കിയ ഒരു സാമ്പത്തിക ദുരന്തമായിരുന്നു. സമകാലിക ചരിത്രകാരനായിരുന്ന കാശിരാജ് പണ്ഡിറ്റിന്റെയും പേഷ്വാ ദഫ്തറിലെ ഔദ്യോഗിക രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഈ നഷ്ടങ്ങളെ കൃത്യമായി വിലയിരുത്തുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. യുദ്ധക്കളത്തിൽ നേരിട്ടുള്ള നഷ്ടങ്ങൾക്കപ്പുറം ഈ സൈനിക നീക്കത്തിനായി ചെലവാക്കിയ തുകയും അതിലൂടെയുണ്ടായ കടബാധ്യതയും ദശകങ്ങളോളം ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ വേട്ടയാടുകയുണ്ടായി. മനുഷ്യവിഭവശേഷിയുടെ കാര്യത്തിലുണ്ടായ നഷ്ടം സമാനതകളില്ലാത്തതാണ്. ഏകദേശം 40,000 മുതൽ 60,000 വരെ സൈനികർ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ ഭൂരിഭാഗവും ഉൽപാദനക്ഷമമായ പ്രായത്തിലുള്ളവരും കുടുംബങ്ങളുടെ ഏക വരുമാന സ്രോതസ്സുകളുമായിരുന്നു. കൂടാതെ സൈന്യത്തോടൊപ്പമുണ്ടായിരുന്ന 20,000-ഓളം വരുന്ന സാധാരണക്കാരും തീർത്ഥാടകരും വധിക്കപ്പെടുകയോ അടിമകളാക്കപ്പെടുകയോ ചെയ്തത് രാജ്യത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ തന്നെ ബാധിച്ചു. മൃഗസമ്പത്തിന്റെ കാര്യത്തിലും വലിയ ആഘാതമാണുണ്ടായത്. സൈന്യത്തിന്റെ ചലനാത്മകത ഉറപ്പാക്കിയിരുന്ന 10,000-കണക്കിന് കുതിരകളും 500-ലധികം ആനകളും യുദ്ധത്തിലും പട്ടിണിയിലും ചത്തൊടുങ്ങി. അന്നത്തെ കാലത്ത് ഒരു കുതിരയുടെയോ ആനയുടെയോ മൂല്യം ഇന്നത്തെ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് തുല്യമായിരുന്നു എന്നത് ഈ നഷ്ടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ പരിശോധിച്ചാൽ യുദ്ധത്തിനായി പേഷ്വ വടക്കേ ഇന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും ബാങ്കർമാരിൽ നിന്ന് ഏകദേശം 1 കോടിയിലധികം രൂപ വായ്പ എടുത്തിരുന്നതായി കാണാം. യുദ്ധത്തിലെ പരാജയത്തോടെ ഈ തുക തിരിച്ചുപിടിക്കാനുള്ള മാർഗങ്ങൾ പൂർണ്ണമായും അടഞ്ഞു. ഡൽഹി, പഞ്ചാബ് മേഖലകളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്ന 50 ലക്ഷത്തിലധികം രൂപയുടെ നികുതി വരുമാനം അബ്ദാലി കൈക്കലാക്കുകയോ യുദ്ധം കാരണം ഇല്ലാതാവുകയോ ചെയ്തു. പാനിപ്പത്തിനു ശേഷം അബ്ദാലിയുടെ സൈന്യം കൊള്ളയടിച്ച സ്വത്തുക്കൾ അന്നത്തെ മൂല്യത്തിൽ ദശലക്ഷക്കണക്കിന് രൂപ വരുമെന്നാണ് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നത്. പാനിപ്പത്തിലെ യുദ്ധക്കളത്തിൽ പുകയടങ്ങിയപ്പോൾ ഭാരതത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയൊരു അധികാരശൂന്യതയാണ് രൂപപ്പെട്ടത്. അഹമ്മദ് ഷാ അബ്ദാലി യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും തന്റെ സൈന്യത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കാരണം ഇന്ത്യയിൽ ഒരു സ്ഥിരഭരണം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മറുവശത്ത് വടക്കേ ഇന്ത്യയുടെ സംരക്ഷകരായി നിന്നിരുന്ന മറാത്തകൾക്ക് അവരുടെ ഏറ്റവും മികച്ച സൈനിക വ്യൂഹത്തെയും ഭരണാധികാരികളെയും നഷ്ടമായി. ഈ സാഹചര്യം പരോക്ഷമായി ഗുണകരമായത് മൂന്നാമതൊരു ശക്തിക്കായിരുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്. പാനിപ്പത്തിന് മുൻപുവരെ വടക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വ്യാപാര താൽപര്യങ്ങൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത് മറാത്തകളുടെ സാമ്പത്തിക ആധിപത്യമായിരുന്നു. എന്നാൽ 1761 ഈ തകർച്ചയോടെ മറാത്തകൾക്ക് വടക്കേ ഇന്ത്യയിലെ തങ്ങളുടെ പിടുത്തം നഷ്ടമായി. ഇത് ബ്രിട്ടീഷുകാർക്ക് ബംഗാളിന് പുറത്തേക്ക് തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ സുരക്ഷിതമായ പാതയൊരുക്കി. പാനിപ്പത്ത് യുദ്ധം നടന്ന് വെറും 3 വർഷങ്ങൾക്കുള്ളിൽ നടന്ന ബക്സർ യുദ്ധത്തിലൂടെ വടക്കേ ഇന്ത്യയുടെ സാമ്പത്തിക നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്തിയത്. ഇതിന്റെ നേരിട്ടുള്ള ഫലമായി വേണം കാണാൻ. പാനിപ്പത്തിൽ മറാത്തകൾ വിജയിച്ചിരുന്നുവെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇത്ര എളുപ്പത്തിൽ ഇന്ത്യയുടെ അധികാരം കൈക്കലാക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. സാമ്പത്തികമായി നോക്കിയാൽ ഇന്ത്യയുടെ പരമ്പരാഗത ബാങ്കിംഗ് ശൃംഖലകൾക്ക് ഈ യുദ്ധം വലിയൊരു ആഘാതമേൽപ്പിച്ചു.
നിരന്തരമായ യുദ്ധങ്ങളും അസ്ഥിരതയും കാരണം വൻകിട വ്യാപാരികളും ബാങ്കർമാരും ഭരണകൂടങ്ങൾക്ക് വായ്പ നൽകുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു. ഈ അരക്ഷിതാവസ്ഥ മുതലെടുത്ത് ബ്രിട്ടീഷുകാർ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ സുരക്ഷിതമായ വ്യാപാര വ്യവസ്ഥകൾ വാഗ്ദാനം ചെയ്തു. ഇത് ഇന്ത്യൻ മൂലധനം ക്രമേണ സ്വദേശി ഭരണാധികാരികളിൽ നിന്ന് വിദേശ കമ്പനിയുടെ കൈകളിലേക്ക് മാറാൻ കാരണമായി. കൂടാതെ യുദ്ധം വരുത്തിവെച്ച ഭീമമായ കടബാധ്യത തീർക്കാൻ മറാത്തകൾക്ക് തങ്ങളുടെ അധീനതയിലുള്ള മറ്റു പ്രദേശങ്ങളിൽ നികുതി വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഇത് ദക്ഷിണേന്ത്യയിലെയും മധ്യ ഇന്ത്യയിലെയും ജനങ്ങൾക്കിടയിൽ മറാത്ത ഭരണത്തോടുള്ള അതൃപ്തി വർദ്ധിപ്പിച്ചു. ജനകീയ പിന്തുണയിലുണ്ടായ ഈ ഇടിവ് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർക്ക് മറാത്ത സാമ്രാജ്യത്തെ ഭിന്നിപ്പിക്കാനും കീഴടക്കാനും എളുപ്പമാക്കി. ചുരുക്കത്തിൽ പാനിപ്പത്ത് ഒരു സൈനിക പരാജയം എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം വിദേശ ശക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പാകപ്പെടുത്തിയ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. യുദ്ധത്തിനു ശേഷം നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ആ സംഭവം ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു മുറിവായി അവശേഷിക്കുന്നു. എന്നാൽ വികാരാവേശങ്ങൾക്കപ്പുറം ഒരു ഗവേഷണ തലത്തിൽ നിന്ന് വിലയിരുത്തുമ്പോൾ ഈ യുദ്ധം നമുക്ക് നൽകുന്നത് പ്രധാനപ്പെട്ട ചില സാമ്പത്തിക പാഠങ്ങളാണ്. ഒരു വൻശക്തിയുടെ പതനം സംഭവിക്കുന്നത് യുദ്ധക്കളത്തിലെ തോൽവി കൊണ്ട് മാത്രമല്ല, മറിച്ച് അതിന്റെ സാമ്പത്തിക അടിത്തറയിലുണ്ടാകുന്ന തകർച്ച കൊണ്ടുകൂടിയാണെന്ന് പാനിപ്പത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറാത്ത സാമ്രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക വിപുലീകരണവും സാമ്പത്തിക ശേഷിയും തമ്മിലുള്ള അസന്തുലിതാവസ്ഥയാണ് പാനിപ്പത്തിൽ പരാജയത്തിന് കാരണമായത്. വരുമാനത്തേക്കാൾ കൂടുതൽ കടമെടുത്ത് നടത്തിയ യുദ്ധങ്ങൾ ഒരു ഭരണകൂടത്തെ എങ്ങനെ തളർത്തുമെന്നതിന്റെ ഉദാഹരണമായിരുന്നു അത്. മറുവശത്ത് അഹമ്മദ് ഷാ അബ്ദാലിക്ക് ലഭിച്ച വിജയം ഇന്ത്യയുടെ സമ്പത്തിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് മാറ്റിയെങ്കിലും അദ്ദേഹത്തിന് ഇവിടെ ഒരു സുസ്ഥിരമായ ഭരണം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഫലമായി ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് രൂപപ്പെട്ട ഭരണപരമായ ശൂന്യത വിദേശ ശക്തികൾക്ക് തങ്ങളുടെ വാണിജ്യ താൽപര്യങ്ങൾ രാഷ്ട്രീയ ആധിപത്യമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ അവസരമായി മാറി. പാനിപ്പത്ത് യുദ്ധം നടന്നില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഫലം മറ്റൊന്നായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രം മറ്റൊന്നാകുമായിരുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര വിഭവങ്ങൾ പരസ്പരം പോരാടാൻ വിനിയോഗിക്കപ്പെട്ടപ്പോൾ ആ ബലഹീനത മുതലെടുത്താണ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ഇന്ത്യയുടെ മേൽ തങ്ങളുടെ പിടിമുറുക്കിയത്. അതുകൊണ്ടുതന്നെ പാനിപ്പത്ത് ഒരു സൈനിക തോൽവി എന്നതിലുപരി ഇന്ത്യയുടെ സാമ്പത്തിക പരമാധികാരം നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു എന്ന് പറയേണ്ടിവരും. ചരിത്രം പഠിപ്പിക്കുന്നത് യുദ്ധങ്ങൾ വെറും വിജയങ്ങളല്ല, മറിച്ച് അവ വലിയ സാമ്പത്തിക ബാധ്യതകൾ കൂടിയാണെന്നാണ്. പാനിപ്പത്തിലെ രക്തം വീണ മണ്ണിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു രാഷ്ട്രത്തിന്റെ കരുത്ത് അതിന്റെ സൈന്യത്തിൽ മാത്രമല്ല, മറിച്ച് സുസ്ഥിരമായ സാമ്പത്തിക നയങ്ങളിലും വിഭവങ്ങളുടെ ശരിയായ വിനിയോഗത്തിലുമാണെന്നാണ്. 18ാം നൂറ്റാണ്ടിലെ ആ തകർച്ചയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ആധുനിക കാലത്തെ സാമ്പത്തിക വെല്ലുവിളികളെ നമുക്ക് നേരിടാൻ സാധിക്കൂ.